പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐസക്കിൻ്റെ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയനായിക്കൊണ്ടിരുന്ന ധനകാര്യമന്ത്രി ബാലഗോപാൽ അവസാനം ഐസക്കിനെതിരെ പരസ്യമായി വരികയും ഐസക്കിൻ്റെ മസ്തകത്തിന് തന്നെ ഒരു അടി കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് എൻ്റെ പ്രേക്ഷകരുമായി ആ വിഷയം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നതിലുള്ള കലിപ്പ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അയാൾക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, ദീർഘനാളായി ഒരു അധികാരവുമില്ലാതെ ഇരിക്കുകയാണ് അയാൾ. അതിൻ്റെ ഒരു കലിപ്പ് അയാൾ തീർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 4 പ്രാവശ്യം MP, 2 പ്രാവശ്യം മന്ത്രി ഒക്കെ ആയിരുന്ന അദ്ദേഹം 2021 മത്സരിക്കാൻ സർവ്വഥാ യോഗ്യനാണ് എന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ പിണറായി വിജയൻ വെട്ടിക്കളഞ്ഞു. 2 തവണ മത്സരിച്ചതിൽ അവരിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞുകൂടി അയാൾ തെറിച്ചുപോയി. ആ സമയം മുതൽ അയാൾ പക തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെ പക? അയാൾക്ക് ശേഷം ധനകാര്യമന്ത്രിയായ ശ്രീമൻ KN ബാലഗോപാലിനെതിരായിട്ടാണ് അയാൾ പരോക്ഷമായി അത് തീർത്തുകൊണ്ടിരുന്നത്. അതായത് ബാലഗോപാലിൻ്റെ നയങ്ങളെ പരോക്ഷമായി വിമർശിക്കുക എന്നുള്ള പണിയാണ് ഈ ഐസക്ക് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നത്. ബാലഗോപാലിൻ്റെ നയങ്ങളെ നേരിട്ട് എതിർക്കാൻ അയാൾ വരില്ല. അതാണ് അയാളുടെ ഒരു ആക്രമണ ശൈലി എന്ന് പറയുന്നത്. അയാളുടെ ചില ഏഴാം കൂലികളുണ്ട്, അയാളുടെ ചില ക്രോണികൾ, അയാളുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകൾ, അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാലഗോപാലിൻ്റെ പല നയങ്ങൾക്കും എതിരായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് വരൽ, അതാണ് അയാളുടെ ഒരു രീതി, അയാളുടെ ഒരു ആക്രമണ രീതി അതാണ്. നേരിട്ട് അയാൾ വരില്ല. അല്ലെങ്കിൽ നേരിട്ട് ബാലഗോപാലെ എതിർക്കാൻ ആരാണ് ബാലഗോപാലിൻ്റെ മുന്നിൽ എന്ന് കരുതിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ ചെയ്യാത്തത്. കാരണം അയാൾ വലിയ ബുദ്ധിജീവിയും 2 തവണ മന്ത്രി കേന്ദ്ര കമ്മിറ്റി അങ്ങ് നോക്കും, എൻ്റെ മുമ്പിൽ ബാലഗോപാൽ ആര് എന്നൊക്കെ ആയിരിക്കാം അയാളുടെ ധാരണ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അയാൾ ബാലഗോപാലിനെതിരായിട്ടുള്ള ചൊരുക്ക് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയും കൂടെ CPM ഏറ്റുവാങ്ങിയതോടുകൂടി അയാൾ ആക്രമണം നേരിട്ടാക്കിയിട്ട് അയാളുടെ വാദഗതി എന്താ? എൻ്റെ ഭരണകാലത്തെല്ലാം ഭദ്രമായിരുന്നു, സാമ്പത്തിക നിലയെല്ലാം ഭദ്രമായിരുന്നു, കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയായിരുന്നു, ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, കിഫ്ബിയിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഭരണകാലത്തെ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. പക്ഷേ ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടമായപ്പോൾ എല്ലാം താറുമാറായി, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതെല്ലാം പ്രശ്നത്തിലായി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലത്തെല്ലാം നല്ലതായിരുന്നു, ബാലഗോപാലിൻ്റെ കാലത്തെല്ലാം മോശം എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് CPM ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റതിന് ശേഷം ക്ഷേമ പെൻഷനുകളൊന്നും കൊടുത്തില്ല, അതിനകത്തുള്ള അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നിരന്തരം ബാലഗോപാലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേരിട്ടും അല്ലാതെയും. നേരിട്ട് അയാൾ ചെയ്തു, അല്ലാതെ അയാളുടെ ക്രോണികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, അതെല്ലാം അയാൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാലത്തെ ധനകാര്യസ്ഥിതി മെച്ചമായിരുന്നു, കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ വിലയിരുത്താൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അയാൾ ഭാവിക്കുന്നത് അയാൾ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാം ഭദ്രമായിരുന്നു എന്നും അയാൾ പോയി കഴിഞ്ഞപ്പോൾ മോശമായി എന്നും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാലഗോപാൽ. കാരണം ബാലഗോപാൽ പാർട്ടിയിലെ അയാളെക്കാളും ജൂനിയറാണ്. ബാലഗോപാൽ ഒരു സാമ്പത്തിക വിദഗ്ധനല്ല. ബാലഗോപാൽ ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത് തന്നെ. മന്ത്രിയായപ്പോൾ തന്നെ ധനകാര്യമന്ത്രിയായിട്ടാണ് അയാൾ വന്നത്. അപ്പോൾ അയാളെ സഹായിച്ച് നിൽക്കുന്നതിന് പകരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അയാൾക്കിട്ടൊരു കൊട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് ഐസക്ക് നേരിട്ടും പരോക്ഷമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര ഗുണകരമല്ല, ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുമായി തോമസ് ഐസക്ക് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? തോമസ് ഐസക്കിനെ ശക്തമായി അടിച്ചുകൊണ്ട് ഇപ്പോൾ ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. തോമസ് ഐസക്കിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായി ബാലഗോപാൽ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അയാൾ സ്വമേധയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നില്ല. അതിന് പിണറായി വിജയൻ്റെ പിന്തുണ കൂടിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം LDF തോറ്റു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെതിരെ ഒക്കെ തന്നെ ശക്തമായി വിമർശനവുമായി രംഗത്ത് വന്ന തോമസ് ഐസക്കാണ്. അപ്പം എന്നാൽ തോമസ് ഐസക്കിനോട്ടൊരു അടി പരസ്യമായി കൊടുപ്പിച്ച് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ബാലഗോപാൽ ഇപ്പോൾ ഐസക്കിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ? ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഐസക്കിൻ്റെ കാലത്തെ ചെലവിനെയും തൻ്റെ കാലത്തെ ചെലവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഐസക്കിൻ്റെ കാലത്തെ ചെലവിനെയും തൻ്റെ കാലത്തെ ചെലവിനെയും താരതമ്യം ചെയ്യണമെങ്കിൽ ഐസക്കിൻ്റെ കാലത്തെ ചിലവ് വലിയ മെച്ചമാണെന്നും ഇയാളുടെ കാലത്തെ ചിലവ് മോശമാണെന്നുമുള്ള
വാദഗതി പൊതുമണ്ഡലത്തിലുള്ളത് കൊണ്ടാണല്ലോ അയാളുടെ കാലത്തെ ചെലവിനെയും ഐസക്കിൻ്റെ കാലത്തെ ചെലവിനെയും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സ്വാഭാവികമാണല്ലോ. അയാൾ പറയുകയാണ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിവർഷം ശരാശരി 1,2 ലക്ഷം കോടിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ചെലവ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവ് 1,60,000 കോടി രൂപയാണ്. എന്ന് പറയുമ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ തോമസ് ഐസക്കിൻ്റെ 5 വർഷത്തേക്കാൾ മെച്ചമാണ് തൻ്റെ 3 വർഷം എന്നാണ് ബാലഗോപാൽ ഇതിനകത്തൂടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്ത വാദഗതി കേട്ടോളൂ. കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനം പ്രതിവർഷം 57,000 കോടി രൂപ കുറഞ്ഞിട്ടും ചെലവിൽ 40,000 കോടി രൂപയുടെ വർധനയാണ് ഈ സർക്കാരിൻ്റെ കാലത്തുള്ളത്. അത് വളരെ ക്ലിയറാണല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൽ 57,000 കോടി രൂപയുടെ കുറവുണ്ടായി, എന്നിട്ടും ചെലവിൽ 40,000 കോടി രൂപ കൂടി. അതും ഐസക്കിനിട്ട് ഒരു അടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് നടപ്പാക്കിയ ശമ്പളം പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത മുഴുവൻ ഈ സർക്കാർ ഏറ്റെടുത്തു. അതിൻ്റെ മറുപടി എന്താ? അതിനകത്തോട് പുറത്തേക്ക് വരുന്നത് എന്താ? കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ബാധ്യത, അതായത് കഴിഞ്ഞ തോമസ് ഐസക്ക് ധനമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണം ഒരു ബാധ്യതയായിരുന്നുവെന്നും ആ ബാധ്യത തൻ്റെ സർക്കാരാണ്, താൻ ധനകാര്യമന്ത്രിയായതിനു ശേഷമാണ് ഏറ്റെടുത്തതെന്ന് പറയുന്നതും തോമസ് ഐസക്കിനിട്ടുള്ളൊരു അടിയല്ലേ സുഹൃത്തുക്കളെ? തോമസ് ഐസക്കിൻ്റെ കർണക്കുറ്റിക്കിട്ടുള്ളൊരു അടിയല്ലേ അത്? ഇനി അടുത്ത വാദം കേട്ടോളൂ. കോവിഡ് കാലത്ത് ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കേരളം. കാരണം കോവിഡിൻ്റെ കാലത്ത് ഒരാളും ശമ്പള പരിഷ്കരണമൊന്നും നടത്തിയില്ല. ഇവിടെ 4,500 കോടി രൂപയാണ് ഈ പരിഷ്കരണത്തിന് കോവിഡിൻ്റെ കാലത്ത് കൊടുത്തത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ക്ഷാമബദ്ധ കുടിശ്ശിക ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. മനസ്സിലായില്ലേ? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ക്ഷാമബദ്ധ കുടിശ്ശിക 2017 മുതൽ 2021 വരെ, അതായത് ഐസക്കിൻ്റെ കാലത്തുണ്ടായ ക്ഷാമബദ്ധ കുടിശ്ശിക ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് തൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇത് സർക്കാരിൻ്റെ ബാധ്യതയായി കണക്കാക്കിയ കേന്ദ്ര സർക്കാർ കടമെടുക്കാവുന്ന തുക വെട്ടിക്കുറച്ചു. അപ്പോൾ ഐസക്കിൻ്റെ കാലത്തുണ്ടായ ഒരു ചെലവ് തൻ്റെ കാലത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അത് ബാധ്യതയായി കണക്കാക്കി സംസ്ഥാന സർക്കാർ കടമെടുക്കാവുന്ന തുക വെട്ടിക്കുറച്ചു. അപ്പോൾ അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഐസക്കിൻ്റെ കാലത്ത് നടന്ന നടപടിക്രമമാണെന്നാണ് ഈ ബാലഗോപാൽ പറഞ്ഞു വയ്ക്കുന്നത്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഈ സർക്കാരാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അതും തോമസ് ഐസക്ക് നിങ്ങളുടെ സർക്കാരല്ല, ഈ സർക്കാരാണ് നൽകിയത്. അടുത്തൊരു നിരീക്ഷണം നോക്കിക്കോണം. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി ഇതുവരെ 30,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതിൽ 20,000 കോടി രൂപയും ഈ സർക്കാരാണ് ചെലവഴിച്ചത്. കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം നടത്തിയ വികസന പ്രവർത്തനത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും ഏറ്റെടുക്കുന്നത് തോമസ് ഐസക്കാണല്ലോ. അതിനെയും തച്ചുടയ്ക്കുകയാണ് ബാലഗോപാൽ. കിഫ്ബിക്ക് 30,000 കോടി രൂപ ചിലവുണ്ടായപ്പോൾ അതിൽ 20,000 കോടി രൂപയും തൻ്റെ സർക്കാരാണ് എടുത്തത് എന്ന് പറയുമ്പോൾ തോമസ് ഐസക്ക് നിങ്ങളുടെ സർക്കാരല്ല ഏറ്റെടുത്തത്, എൻ്റെ സർക്കാരാണ് ഏറ്റെടുത്തത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 8,000 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരും 32,000 കോടി രൂപ കഴിഞ്ഞ സർക്കാരും ചെലവഴിച്ചു. ഈ സർക്കാർ 3 വർഷം കൊണ്ട് മാത്രം 27,000 കോടി രൂപ നൽകി. ആലോചിച്ച് നോക്ക്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി തോമസ് ഐസക്ക് നിങ്ങളുടെ സർക്കാർ 5 വർഷം കൊണ്ട് 32,000 കോടി രൂപ ചിലവഴിച്ചെങ്കിൽ എൻ്റെ സർക്കാർ 3 വർഷം കൊണ്ട് മാത്രം 27,000 കോടി രൂപ ചിലവഴിച്ചു. എന്നിട്ട് അയാൾ പറയുകയാണ്, കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ചെലവ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ ദുർവ്യയങ്ങളും അനർഹമായ ആനുകൂല്യങ്ങളും നിയന്ത്രിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? കാര്യകാരണ സഹിതം ബാലഗോപാൽ ഇൻ നോ അൺസർട്ടൺ ടേംസ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തോമസ് ഐസക്കിനോട് ഈ തൻ്റെ സർക്കാരിനെ പഴി പറയുന്ന ഈ പണി അവസാനിപ്പിക്കണം എന്ന് ബാലഗോപാൽ പറഞ്ഞിരിക്കുകയാണ്. ഐസക് എന്താണ് പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത്? തൻ്റെ സർക്കാരിൻ്റെ കാലത്തെല്ലാം ഭദ്രമായിരുന്നു, ഈ സർക്കാർ വന്നപ്പോൾ എല്ലാം മോശമായിരുന്നു എന്നാണ്. അതല്ല, 5 വർഷക്കാലം ഭരിച്ചിരുന്ന നിങ്ങളുടെ സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് സാമ്പത്തിക മേഖലയിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ തൻ്റെ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ
കാര്യകാരണസഹിതം ബാലഗോപാൽ ഐസക്കിനോട് പറയുന്നതിലൂടെ ഐസക്കിൻ്റെ കരണക്കുറ്റി അടിച്ച് പുകയ്ക്കുകയാണ് കെ എൻ ബാലഗോപാൽ ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്.